ആ വിദ്യാർത്ഥിയുടെ പിതാവ് ചേരുന്നുണ്ട്. ഓക്കെ അച്ഛൻ, ഞാൻ പറഞ്ഞത് കേൾക്കാവോ? കേൾക്കാം. എന്ന് പറഞ്ഞാൽ ആ ദൃശ്യം കാണുമായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്തൊരു ഭീകരമാണ്, എന്തൊരു നമ്മള് ഭീകര സംഭവം അറിഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് നാളെ വരെ നമ്മൾ കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ഇത് ജീവിതത്തിലും ലൈഫിലും ആദ്യമായിട്ട് മലപ്പുറം ആ ഏരിയ കഴിഞ്ഞാൽ നമ്മൾ ഇടുക്കി ജില്ല, ഞാൻ ഇടുക്കി ജില്ലക്കാരനാണ്. ഇത് കോട്ടയം ജില്ലയിൽ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. കഴിഞ്ഞ 4 മാസമായിട്ട് ഇത് നടക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല. എന്നാൽ ക്ലാസ് ടീച്ചർ, അവർ സ്കൂളിലെ ടീച്ചർ, കോളേജിലെ ടീച്ചർ പറഞ്ഞു ഇങ്ങനെ സംഭവം പറഞ്ഞു, നമ്മൾ അറിഞ്ഞില്ലെന്ന് പറഞ്ഞു. അപ്പോഴാ പറയുന്നത് ലിബിന്റെ അച്ഛനാണെന്ന് വെച്ചു, അതേന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ പറയുന്നത് ഇങ്ങനെ പിള്ളേർ ചേർന്നിട്ട് തല്ലുകയും പിടിക്കുകയും അവർ ഭീഷണിയുമായിരുന്നു, അതുകൊണ്ട് നമ്മൾ കേസ് എടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ നെറ്റിപ്പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ മോൻ പറയുന്നില്ല ഇത് മോൻ ഫോണിലൊക്കെ വിളിക്കും പറയുന്നില്ല. എന്തൊരു അച്ഛാ, ഇത് താങ്ങാൻ സഹിക്കാൻ പറ്റുമോ ഇത് കണ്ടിട്ട്? എന്തൊരു വൃത്തികേടന്മാര് കാണിക്കുന്നത്. അത്രയ്ക്ക് ഭീഷണിയും അത്രയ്ക്ക് ഇതുമായിരുന്നു. അവർ പേടിപ്പിച്ചിരിക്കുകയായിരുന്നു. അവര് സ്കൂൾ ടീച്ചറോട് പറഞ്ഞില്ല, വാർഡനോട് പറഞ്ഞിട്ടില്ല, പിന്നെ രക്ഷകർത്താവോട് പറഞ്ഞിട്ടില്ല. അപ്പം അവര് സഹികെട്ടാണ് ടീച്ചറിനോട് നമ്മളോട് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ വേദന കൊണ്ടും മനസ്സുകൊണ്ടും എല്ലാം കൊണ്ടും തകർന്നു കഴിഞ്ഞാൽ നമ്മളോട് ഈ വാക്ക് പറയുന്നത്. ഇപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനി എന്നാ ചെയ്യുമെന്ന് വെച്ചാൽ ഇത് ഇനി കേസ് മുന്നോട്ട് പോവുക, അല്ലാതെ വേറെ വഴിയില്ല. ഇപ്പൊ ഞാൻ ആ കോട്ടയം കോളേജിൽ പൊയ്ക്കൊണ്ടിരിക്കുക. ഞാൻ ഇന്നലെ ചെല്ലുകാർ വന്നുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. ഇനി നമ്മൾ ഡയറക്റ്റ്ലി പ്രിൻസിപ്പാളോടും സ്കൂൾ ടീച്ചറിനോടും പിന്നെ അവിടുത്തെ വാർഡനോടും സംസാരിക്കുക. അവർ എന്ത് പറഞ്ഞു വന്നിട്ട് നമ്മൾ കേസ് നമ്മൾ കോളേജിലോട്ട്, സർക്കാർ കോളേജിലോട്ട് വിടുന്ന അത്യാവശ്യം മിടുക്കനായ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. അങ്ങനെ വിടുന്നത് പഠിപ്പിക്കാനാണല്ലോ, അല്ലാതെ കുട്ടികളെ കൊണ്ട് കൊലക്ക് കൊടുക്കാൻ വിടുകയല്ലോ. ഇത് കൊന്നുകളയാണ്, ഇത് കൊല്ലാക്കൊലയാണിത്. ഇത് നിങ്ങൾ ശക്തമായി നിയമ നടപടി നിൽക്കണം. സ്കൂളിലെ കോളേജിലെ അവര് പിന്നെ ഓഫീസർമാർ അവർ ചിന്തിക്കണം, അവര് ഡിസിപ്ലിൻ പഠിപ്പിക്കണം, അവര് ചിട്ടയായിട്ട് നോക്കണം. അവരുടെ ഇത് റൂളാണ്. ഇപ്പൊ നമ്മൾ ഇടുക്കി ജില്ലക്കാരൻ വന്ന് ഇവിടെ വന്ന് ദിവസം കുട്ടികളെ നോക്കാൻ പറ്റുമോ? അതങ്ങനെ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ അല്ല, ഇങ്ങനെ മാത്രം ഇത്രമാത്രം ക്രൂരമായി എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ ക്രിമിനലുകളാണ് എന്ന് പറഞ്ഞാൽ അവർ ചിരിക്കുകയാണ്. ഇപ്പൊ ഇത്ര നമുക്ക് കാണുമ്പോൾ തന്നെ ധാർമ്മികരോഷവും കരച്ചിലും ഒക്കെ വരുന്ന ദൃശ്യങ്ങൾ കണ്ട് ഈ കുട്ടികൾ അത് ചെയ്തുകൊണ്ട് ചിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഇതിന് കാരണമെന്നാണ് മകൻ പറഞ്ഞിട്ടുള്ളത്? തല്ലുന്നവർ ഓക്കെ, യാത്രയിലാണ്. റാഗിങ്ങിനിടെ ഇരയായ വിദ്യാർത്ഥിയുടെ പിതാവാണ്. ഒരു പിതാവ് ആ ദൃശ്യങ്ങളൊക്കെ ഇപ്പം നമുക്ക് തന്നെ ആ ദൃശ്യം കണ്ടിരിക്കാൻ പറ്റുന്നില്ല. അമ്മാതിരിയുള്ള ദൃശ്യങ്ങൾ ഒരു പിതാവിനോ അല്ലെങ്കിൽ അമ്മയ്ക്കൊക്കെ ആ ദൃശ്യം എങ്ങനെ കണ്ടിരിക്കാൻ കഴിയും? ഈ ദൃശ്യമൊന്നും അവർ പരമാവധി കാണാതിരിക്കാൻ എന്നേ പറയാനുള്ളൂ. അത്രത്തോളം ചങ്ക് തകർന്നു പോകുന്ന ദൃശ്യങ്ങളാണ്. ഈ കുട്ടികൾ, ഈ പോലീസ് കൊണ്ടുപോകുന്ന ഈ കുട്ടികൾ, ഇവർ വിദ്യാർത്ഥികളെന്ന വിളിക്ക് അർഹരല്ല. ഇവർ നഴ്സിംഗ് വിദ്യാർത്ഥികളെന്ന വിളിക്ക് ഒട്ടുമേ അർഹരല്ല. ഇവർക്ക് വിളിപ്പേര് ക്രിമിനൽ സംഘം എന്ന് ഈ കൂട്ടരെ വിളിക്കണം. കാര്യം അത്രമാത്രം നമ്മളും ഇപ്പോൾ ഈ പറഞ്ഞ ഹോസ്റ്റലിലൊക്കെ നമ്മളും താമസിച്ചിട്ടുള്ളതാണ്. ഹോസ്റ്റലിൽ ഉണ്ടാവാനിടയുള്ള റാഗിങ്ങിൻ്റെ പരമാവധി എന്തുവാണ് നമുക്കൊക്കെ അറിയാം. അതല്ലാതെ ഇങ്ങനെ കയ്യും കാലും കെട്ടിയിട്ട് കോമ്പസ് കൊണ്ട് പുക്കിളി കുത്തുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അത് തെമ്മാടിത്തരമാണ്, അത് ഗൂണ്ടായിസമാണ്. ആ ഗൂണ്ടകൾക്ക് പഠിക്കാനുള്ള അനുവാദം ഇനി ആ കോളേജ് കൊടുക്കാതിരിക്കുക ചെയ്യേണ്ടത് എന്താണ് ആ കോളേജിൽ ഉത്തരവാദിത്തമാണ്. കാര്യം മാസങ്ങളായി ഈ പറയുന്ന ഒരു പയ്യൻ്റെ കാര്യം മാത്രമല്ല, മാസങ്ങളായി ഇവർ ഈ 1ാം വർഷ ജനറൽ നഴ്സിംഗ് വിദ്യാർത്ഥികളോട് ഈ പരിപാടി കാണിക്കുകയാണെന്നാണ് പറയുന്നത്. അതാരും അറിഞ്ഞില്ല, അതാരും അറിയുന്നില്ല. ദേഹത്ത് ക്രീം പുരട്ടിയ ശേഷം ഷേവിംഗ് റൈസർ ഉപയോഗിച്ച് വടിക്കുക, ആ പീഡനത്തിൽ ബ്ലേഡ് കൊണ്ട് മുറിഞ്ഞ് രക്തം വാർന്നു പോവുക, രക്തം വാർന്നു പോകുന്ന അവിടെ ഈ പറയുന്ന ലോഷൻ ഒഴിക്കുക, കരയുമ്പോൾ വായിൽ കൊണ്ട് ലോഷൻ ഒഴിക്കുക, കരയുമ്പം വായിൽ ഡിവൈഡർ കുത്തിക്കയറ്റുക, കണ്ണ് കെട്ടിയിടുക, കയ്യും കാലും കെട്ടിയിടുക, ശരീരം മൊത്തം കഴുത്ത് മുതൽ താഴോട്ട് 1, 2, 3, 4 എന്നിങ്ങനെ എണ്ണി കോമ്പസ് കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുക, ചോര വരുത്തുക. അത് കരയുമ്പോഴേക്കും ആ കരയുന്ന കുട്ടിയുടെ വായിലേക്ക് ഈ പറഞ്ഞ ലോഷൻ ഒഴിക്കുക, നിലവിളി പുറത്തേക്ക് കേൾക്കാതിരിക്കാൻ മുറിയിൽ ഉച്ചത്തിൽ പാട്ട് വെക്കുക തുടങ്ങിയ പരിപാടികൾ ചെയ്തു തുടങ്ങിയിട്ട് കുറേ നാളായി എന്നാണ് പറയുന്നത്. ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് ഒരു ഗൂണ്ടാ സംഘത്തിന് സമാനമായിരുന്നു. കേരളത്തിൽ റാങ്ക് ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. നേരത്തെ ഒരു മിഹിർ എന്നൊരു വിദ്യാർത്ഥി സ്കൂളിലെ റാങ്കിനെ തുടർന്ന് അല്ലെങ്കിൽ ഈ പറഞ്ഞ അധിക്ഷേപത്തെ തുടർന്ന് അവിടുന്ന് ചാടി ആത്മഹത്യ ചെയ്തതും അതിനുശേഷമുള്ള പ്രസ്താവനയൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനേക്കാളൊക്കെ 10 മടങ്ങ് ഈ ദൃശ്യത്തിൻ്റെ തെളിവുകൾ സാക്ഷ്യമായി വരുന്നതുകൊണ്ടാണ് ഈ സംഭവം ഇത്രത്തോളം ഞെട്ടലുണ്ടാക്കുന്നത്. ഈ കുട്ടികൾ ഏതെങ്കിലും തരത്തിൽ മാപ്പർഹിക്കുന്ന കുട്ടികളല്ല, ഇവർ വിദ്യാർത്ഥികളല്ല, ഇവർ ക്രിമിനൽ സംഘങ്ങളാണ്. ഇവർ പുറത്തേക്കിറങ്ങിയാൽ ഇവർ ഉറപ്പായും സമൂഹത്തിന് തന്നെ ഭീഷണിയാവുന്ന രീതിയിൽ മനസാക്ഷി മരവിച്ച കൂട്ടമാണ്. ഒരു വിദ്യാർത്ഥിക്ക് മറ്റൊരു വിദ്യാർത്ഥിയോട് ഇത്തരത്തിൽ എന്തുകൊണ്ടും ചെയ്യാൻ കഴിയില്ല. നമ്മളും വിദ്യാർത്ഥികളായിരുന്നവരാണ്, നമ്മളും കോളേജുകളിൽ ഹോസ്റ്റലിൽ പഠിച്ചിരുന്നവരാണ്, നമ്മളും പല വിദ്യാർത്ഥി സംഘങ്ങളിൽ പ്രവർത്തിച്ചിരുന്നവരാണ്. ഒരു സഹപാഠി ജൂനിയർ ആവട്ടെ ആരും ആവട്ടെ നമുക്കറിയാം ഏത് രീതിയിലാണ് അവരോട് പെരുമാറേണ്ട രീതി എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതെന്താണ്, ഇത് തെറിവിളിയല്ല, ഇത് ഏതെങ്കിലും ഒരു അസഭ്യം വിളിക്കലല്ല. അതിനെയൊക്കെ മറികടന്നുകൊണ്ട് കയ്യും കാലും കെട്ടിയിട്ടുകൊണ്ട് 800 രൂപ ചോദിച്ച് 300 രൂപ ഗൂഗിൾ പേ ചെയ്തുള്ളൂ. 800 ചോദിക്കുന്ന മദ്യപിക്കാൻ എന്തോ ആണ് കേട്ടോ.
ഇത്തരത്തിൽ കയ്യും കാലം കെട്ടിയിട്ട് ദേഹമാസകലം കോമ്പസും ഡിവൈഡർ കൊണ്ട് കുത്തി രസിക്കുന്ന ഇവർ മാപ്പർഹിക്കുന്നവരല്ല. ടോബി ജോൺസൺ ചേർന്ന്. ടോബി, നമുക്കറിയേണ്ടത് ഈ ഒരൊറ്റ കുട്ടി മാത്രമാണോ ഇത്തരത്തിൽ കൊല്ലാക്കൊലയ്ക്ക് വിധേയമായത്, ചിത്രവധത്തിന് വിധേയമായത്, അതോ ഒരുപാട് കുട്ടികൾ ഇവരുടെ ബാച്ചിൽ ഇത്തരത്തിലുള്ള കൊടും ക്രൂരതയ്ക്ക് വിധേയരായിട്ടുണ്ടോ എന്ന കാര്യം അധികം വൈകാതെ തന്നെ കേരളത്തിന് അറിയാൻ പറ്റുമോ ടോബി? തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ കൊടും ക്രൂരതയ്ക്ക് ഇരയായത് ഈ ഒരു വിദ്യാർത്ഥി മാത്രമാണെന്നാണ്. എന്തായാലും ഹാഷ്മി, ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രിയിൽ നമ്മൾ ഈ വാർത്ത ആദ്യം പുറത്ത് കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി ഇത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലായില്ല. ഒരു കോളേജിൽ, ഒരു നഴ്സിംഗ് കോളേജിൽ, ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയേഴ്സിനെ റാഗ് ചെയ്തു എന്നൊരു വിവരമാണ് നമുക്ക് ആദ്യം ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഗാന്ധിനഗർ CI ശ്രീജിത്ത് സാറിനെ വിളിക്കുന്നു, ബന്ധപ്പെടുന്നു. അദ്ദേഹവുമായി സംസാരിക്കുമ്പോഴാണ് ഇതിൻ്റെ കൂടുതൽ ഗ്രാവിറ്റി, അതായത് ഇത് വെറുമൊരു റാഗിങ് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഇതിന് കൂടുതൽ പ്രശ്നങ്ങൾ ഇതിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോഴാണ്. അതിനുശേഷം നമ്മൾ ഇന്നലെ രാവിലെ തന്നെ ഈ സ്റ്റേഷനിൽ ചെന്ന് CIനെ നേരിട്ട് കണ്ട്, SHOയെ നേരിട്ട് കണ്ടു സംസാരിച്ചു. അപ്പോഴാണ് കുറച്ചും കൂടി ഗൗരവമായിട്ട് അദ്ദേഹം ഈ കാര്യങ്ങൾ നമ്മളോട് വിശദീകരിച്ചത്. അത് പറയുമ്പോൾ തന്നെ നമ്മൾ ഇത് കേട്ട് ഞെട്ടുന്ന ഒരു അവസ്ഥയായിരുന്നു. അതായത്